ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ലെനീന PS. അപ്പോൾ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC കെമിസ്ട്രിയിൽ നിന്നും ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ധാതുക്കൾ അയിരുകൾ. ഈ ഒരു ധാതുക്കൾ അയിരുകൾ ഏതൊരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഇപ്പോൾ 10th ലെവൽ ആണെങ്കിലും +2 ലെവൽ ആണെങ്കിലും ഏതൊരു എക്സാം ആണെങ്കിലും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ധാതുക്കൾ അയിരുകൾ എന്ന ടോപ്പിക്കിൽ നിന്നും കാണാറുണ്ട്. അപ്പോൾ ഏത് മെറ്റൽസുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്കാണ് അല്ലേ? ലോഹങ്ങൾ അല്ലെങ്കിൽ ലോഹങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്കാണ് ഈ ഒരു ധാതുക്കൾ അയിരുകൾ എന്ന് പറയുന്നത്. ലോഹനിർമ്മാണവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പൊ 10th ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ SCERT ചാപ്റ്റർ ഉണ്ട്, ലോഹനിർമ്മാണം എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് SCERT ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് ഇവിടെ ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പൊ ഫസ്റ്റ് എന്താണ് ധാതുക്കൾ എന്ന് നോക്കാം. എന്താണ് ധാതുക്കൾ? പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ലോഹങ്ങളെയോ മൂലക സംയുക്തങ്ങളെയോ പൊതുവെ ധാതുക്കൾ എന്ന് വിളിക്കുന്നു. പ്രകൃതിദത്തമായിട്ട് കാണുന്ന ലോഹങ്ങൾ, നമ്മൾ പ്രകൃതിയിൽ കാണുന്ന ലോഹങ്ങൾ ഉണ്ട്. ഏതൊക്കെയാ? ഇരുമ്പാണെങ്കിലും സ്വർണമാണെങ്കിലും പ്ലാറ്റിനം ആണെങ്കിലും കോപ്പർ, അലൂമിനിയം, ഈ ലോഹങ്ങളൊക്കെ പ്രകൃതിയിൽ നിന്നും കിട്ടുന്നതാണ്. പ്രകൃതിയിൽ നിന്നും ചിലപ്പോൾ കുഴിച്ചെടുത്താലൊക്കെ കിട്ടുന്ന ലോഹങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ലോഹങ്ങളെയോ മൂലക സംയുക്തമാവാം. ചില ലോഹങ്ങളൊക്കെ ക്രിയാശീലത കൂടിയ ലോഹങ്ങളൊക്കെ സംയുക്തങ്ങളുടെ ഫോമിലാണ് കാണുന്നത്. ഇപ്പൊ സിങ്ക് ഒക്കെ ക്രിയാശീലത കൂടിയ ലോഹമാണ്. അപ്പൊ സിങ്കും സൾഫറും കൂടെ ചേർന്ന് സിങ്ക് സൾഫൈഡ് ഫോമിലാണ് കാണുന്നത്. അലൂമിനിയം ആണെങ്കിൽ അലൂമിനിയം ഓക്സൈഡിന്റെ കൂടെ ചേർന്ന് അലൂമിനിയം ഓക്സൈഡ് ഫോമിലാണ് കാണുന്നത്. ഇങ്ങനെ ലോഹ സംയുക്തങ്ങളെയോ അല്ലെങ്കിൽ ലോഹങ്ങളെയോ ആണ് എന്ത് പറയുന്നത്? ഈ ധാതുക്കൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ലോഹങ്ങളെയോ മൂലക സംയുക്തങ്ങളെയോ പൊതുവെ ധാതുക്കൾ എന്ന് വിളിക്കുന്നു. ഇവയിൽ ലോഹ സംയുക്തങ്ങളും അലോഹ സംയുക്തങ്ങളും ഉൾപ്പെടുന്നു. ഈ ഒരു ധാതുക്കളിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ലോഹ സംയുക്തങ്ങളും അലോഹ സംയുക്തങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്ന ചില ധാതുക്കൾക്ക് എക്സാമ്പിൾ ആണ് ബോക്സൈറ്റ്, ഹേമറ്റൈറ്റ്, കോപ്പർ പൈറൈറ്റ്സ്, കലാമിൻ. ഇതൊക്കെയാണ് ധാതുക്കൾക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇപ്പൊ ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലൂമിനിയത്തിന്റെ ധാതുവാണ്. നമുക്ക് അലൂമിനിയം കുഴിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു ഫോമിലാണ് അലൂമിനിയം കാണുന്നത്. ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അലൂമിനിയം മെറ്റൽ അല്ലെങ്കിൽ അലൂമിനിയം ലോഹം ഈ ഒരു ധാതുവിൽ നിന്നും വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഹേമറ്റൈറ്റ് ആണെങ്കിൽ അയണിന്റെ ധാതുവാണ്. ഹേമറ്റൈറ്റ് ഈ ഒരു ഫോമിൽ കാണും. ഇതിൽ നിന്നും നമ്മൾ അയണിനെ വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് കോപ്പർ പൈറൈറ്റ്സ്, കോപ്പർ ഇതിൽ നിന്നും വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കലാമിനാണെങ്കിൽ സിങ്കിന്റെതാണ്. അപ്പൊ സിങ്ക് ഇതിൽ നിന്നും നമ്മൾ വേർതിരിച്ചെടുക്കും. അപ്പൊ ഇങ്ങനെയാണ് ധാതുക്കളെ കാണാൻ കിട്ടുന്നത്. പ്രകൃതിദത്തമായിട്ട് കാണുന്നതാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. അപ്പോ ഒരു ലോഹം തന്നെ പലതരം ധാതുക്കളായി പ്രകൃതിയിൽ കാണപ്പെടാം. ധാതുക്കൾ പലതരത്തിലുണ്ട്. ഒരു ലോഹത്തിന് തന്നെ പലതരം ധാതുക്കൾ ഉണ്ടാവാം. ഇവയിൽ ഏറ്റവും അനുയോജ്യമായവയിൽ നിന്നാണ് ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുന്നത്. അപ്പൊ ഈ ധാതുക്കളിൽ നിന്നും ഏറ്റവും അനുയോജ്യമായ ചില ധാതുക്കൾ ഉണ്ടാവും. അതിൽ നിന്നാണ് ലോഹങ്ങളെ വേർതിരിച്ചെടുക്കുന്നത്. ഉദാഹരണമായി അലൂമിനിയത്തിന്റെ സുലഭമായ ധാതുവാണ് കളിമണ്ണ്, ബോക്സൈറ്റ്, ക്രയോലൈറ്റ് എന്നിവ. ഇത് മൂന്നും അലൂമിനിയത്തിന്റെ ധാതുക്കളാണ്. ഏതൊക്കെയാണ്? കളിമണ്ണ്, ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. ഇത് മൂന്നും അലൂമിനിയത്തിന്റെ ധാതുക്കളാണ്. ഇതിൽ നിന്നും അലൂമിനിയം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത് ബോക്സൈറ്റ് മാത്രമാണ്. അലൂമിനിയത്തിന് നമ്മൾ വേർതിരിച്ചെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ധാതു ബോക്സൈറ്റ് ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ബോക്സൈറ്റ് മാത്രം യൂസ് ചെയ്യാൻ കാരണം? ക്രയോലൈറ്റും കളിമണ്ണും എന്തുകൊണ്ട് ധാതുവായിട്ട് യൂസ് ചെയ്യുന്നില്ല, വേർതിരിച്ചെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നില്ല? കാരണം എന്താന്ന് വെച്ചാൽ ധാതുക്കളെ വേർതിരിച്ചെടുക്കണമെങ്കിൽ, ഒരു ലോഹം വേർതിരിച്ചെടുക്കണമെങ്കിൽ ആ ഒരു ധാതുവിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. ഈ ഒരു സവിശേഷതകളൊക്കെ ഉണ്ടായിരിക്കണം. ഈ ഗുണങ്ങൾ പാലിക്കണം. എന്തൊക്കെയാ നോക്കാം. ഒന്ന്, സുലഭമായിരിക്കണം. ധാതു എന്താണ്? സുലഭമായിട്ട് നമുക്ക് കിട്ടണം. എങ്കിലേ നമുക്ക് കുറെ മെറ്റൽ അതിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ പറ്റൂ. അപ്പൊ ഒന്ന്, സുലഭമായിരിക്കണം. രണ്ടാമത്തത്, എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നവയാകണം. സുലഭമായിരിക്കണം, എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നതായിരിക്കണം. നെക്സ്റ്റ്, ലോഹാംശം കൂടുതലുള്ളവയായിരിക്കണം. അടുത്ത പോയിന്റ് ആണ് ലോഹാംശം കൂടുതലുള്ളവയായിരിക്കണം. നെക്സ്റ്റ്, ഉൽപാദന ചെലവ് കുറഞ്ഞിരിക്കണം. ഇത്രയും ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ ഒരു ധാതുവിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു ഗുണങ്ങളൊക്കെ കൂടിയത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുണം കൂടുതലായി നിലനിൽക്കുന്നത് ഏതാണ്, അത് റിലേറ്റ് ചെയ്താണ് നമ്മൾ ലോഹങ്ങളുടെ ധാതുവിനെ തിരഞ്ഞെടുക്കുന്നത്. ഏത് ധാതുവിൽ നിന്നാണ് ലോഹങ്ങൾ വേർതിരിച്ചെടുക്കേണ്ടത് എന്ന് നോക്കുന്നത്. അപ്പൊ അടുത്തതായിട്ട് എന്താണ്? അയിരുകൾ എന്ന് നോക്കാം. അപ്പൊ ധാതുക്കൾ എന്താണെന്ന് മനസ്സിലായി. ഇനി അയിരുകൾ എന്താണെന്ന് നോക്കാം. ഏത് ധാതുവിൽ നിന്നാണോ എളുപ്പത്തിലും ലാഭകരമായും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് അതിനെ ആ ലോഹത്തിന്റെ അയിര് എന്ന് വിളിക്കുന്നു. അയിര് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഓർ ആണ്.
അപ്പോൾ ഇപ്പോ അലൂമിനിയത്തിന്റെ കേസ് പറഞ്ഞു, ക്രയോലൈറ്റ്, കളിമണ്ണ്, അതേപോലെ ബോക്സൈറ്റ്, ഇത് മൂന്നും അലൂമിനിയത്തിന്റെ അയിരാണ്, ധാതുക്കളായിരുന്നു. അലൂമിനിയത്തിന്റെ 3 ധാതുക്കളായിരുന്നു. ഈ ധാതുക്കളിൽ അലൂമിനിയം വേർതിരിച്ചെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ബോക്സൈറ്റ് മാത്രമാണ്. ഇങ്ങനെ ഏത് ധാതുവിൽ നിന്നാണോ ആ ലോഹം വേർതിരിച്ചെടുക്കുന്നത് അതാണ് ആ ലോഹത്തിന്റെ അയിര് എന്ന് പറയുന്നത്. അപ്പൊ അലൂമിനിയത്തിന്റെ കേസിൽ ഏതാണ് അയിരെന്ന് പറയുന്നത്? അലൂമിനിയത്തിന്റെ അയിരെന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. അലൂമിനിയത്തിന്റെ ധാതുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്, ഇതൊക്കെ അലൂമിനിയത്തിന്റെ ധാതുക്കളാണ്. പക്ഷെ അലൂമിനിയത്തിന്റെ അയിരെന്ന് പറയുന്നത് ബോക്സൈറ്റ് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ലോഹങ്ങളും അയിരുകളും രാസസൂത്രവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രാസസൂത്രവും നിങ്ങൾ ഓർത്തു വെക്കണം. കാരണം സിങ്ക് ബ്ലെൻഡ് എന്ന് വെച്ചാൽ എന്തെന്ന് മുന്നേ ഏതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സിങ്ക് സൾഫൈഡ് എന്നാണ് ആൻസർ. അപ്പൊ സിങ്ക് ബ്ലെൻഡ്, സിങ്ക് സൾഫൈഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ഏകദേശം രാസസൂത്രവും പഠിച്ചു വെക്കുക. അപ്പൊ അലോഹം അലൂമിനിയം ആണെങ്കിൽ അയിര് ബോക്സൈറ്റ് ആണ്. രാസസൂത്രം Al2O3 2H2 ആണ് ബോക്സൈറ്റ്. നെക്സ്റ്റ് ഇരുമ്പ് അയൺ, ലോഹം ഇരുമ്പാണെങ്കിൽ അയിര് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആണ്. 2 അയിരാണുള്ളത്, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കൂടാതെ അയൺ പൈറൈറ്റ്സും കൂടെ ഉണ്ട്. അയൺ പൈറൈറ്റ്സ്, അപ്പൊ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്സ്, ഇത് മൂന്നുമാണ് അയിരുകളായിട്ട് വരുന്നത്. രാസസൂത്രം എന്ന് പറയുന്നത് Fe2O3 Fe3O4 Fe3O4 എന്നിവയാണ് രാസസൂത്രം. നെക്സ്റ്റ് കോപ്പറിന്റെ അയിരാണ് കോപ്പർ പൈറൈറ്റ്സ്, കോപ്പർ ഗ്ലാൻസ്, കുപ്രേറ്റ് എന്നിവ. കോപ്പർ പൈറൈറ്റ്സ്, കോപ്പർ ഗ്ലാൻസ്, കുപ്രേറ്റ് കോപ്പറിന്റെ അയിരുകളാണ്. കോപ്പർ പൈറൈറ്റ്സ് എന്നത് CuFeS2 ആണ്. കോപ്പർ ഗ്ലാൻസ് Cu2S ആണ്, കോപ്പർ സൾഫൈഡ് ആണ് കോപ്പർ ഗ്ലാൻസ്. കുപ്രേറ്റ് എന്നത് കോപ്പർ ഓക്സൈഡ് ആണ്, Cu2O കോപ്പർ ഓക്സൈഡ് ആണ് കുപ്രേറ്റ് എന്നത്. ഓക്കെ, നെക്സ്റ്റ് സിങ്ക് ആണ് നെക്സ്റ്റ് ലോഹം എന്ന് പറയുന്നത്. സിങ്കിന്റെ അയിരാണ് സിങ്ക് ബ്ലെൻഡും കലാമിനുമാണ് സിങ്കിന്റെ അയിരായിട്ട് വരുന്നത്. സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നത് സിങ്ക് സൾഫൈഡ് ആണ്. കലാമിൻ എന്താണ്? സിങ്ക് കാർബണേറ്റ് ആണ് കലാമിൻ, ZnCO3. നെക്സ്റ്റ് ടിൻ ആണ് ലോഹം. ഈ ഒരു ടിൻ ലോഹത്തിന്റെ അയിരാണ് കാസിറ്ററൈറ്റ് അല്ലെങ്കിൽ ടിൻ സ്റ്റോൺ എന്നും പറയും. കാസിറ്ററൈറ്റ് അല്ലെങ്കിൽ ടിൻ സ്റ്റോൺ ആണ് ടിന്നിന്റെ അയിരായിട്ട് വരുന്നത്. രാസസൂത്രം SnO2 ആണ്. ടിൻ ഓക്സൈഡ് ആണ് രാസസൂത്രമായിട്ട് വരുന്നത്, SnO2 ടിൻ ഓക്സൈഡ്. ഓക്കെ, അപ്പൊ ലോഹങ്ങൾ, അയിരുകൾ, രാസസൂത്രം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇനി ലോഹങ്ങളുടെ പ്രധാനപ്പെട്ട സ്രോതസ് ഭൂവൽക്കമാണ്. അപ്പൊ ഭൂവൽക്കത്തിലാണ് നമ്മൾ ലോഹങ്ങളെ കാണുന്നത്. ലോഹങ്ങൾ പൊതുവെ ക്രിയാശീലം കൂടിയവയായതിനാൽ പ്രകൃതിയിൽ സംയുക്താവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ലോഹങ്ങളൊക്കെ നോക്കിയേ, കോപ്പർ സൾഫൈഡ്, കോപ്പർ ഓക്സൈഡ്, ടിൻ ഓക്സൈഡ്, ഇതൊക്കെ സംയുക്ത രൂപത്തിൽ കാണുന്നതാണ് അല്ലെ. ഇവിടെ കൊടുത്തിരിക്കുന്ന അയിരുകളുടെ ഫോർമാറ്റ് ഒക്കെ സംയുക്തമായിട്ടാണ് കാണുന്നത്. അപ്പൊ ക്രിയാശീലം കൂടിയ ലോഹങ്ങളൊക്കെ പൊതുവെ സംയുക്താവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട്. സമുദ്രജലത്തിലും സോഡിയം ക്ലോറൈഡ്, മെഗ്നീഷ്യം ക്ലോറൈഡ് പോലുള്ള ലോഹ സംയുക്തങ്ങൾ ലയിച്ചു ചേർന്നിട്ടുണ്ട്. അപ്പൊ സോഡിയം ആണെങ്കിലും മെഗ്നീഷ്യം ആണെങ്കിലും ഒക്കെ ലോഹമാണ്. ഇതൊക്കെ സമുദ്രജലത്തിൽ കിട്ടുന്നതാണ് ലോഹ സംയുക്തമാണ് എന്ത്? സോഡിയം ക്ലോറൈഡും മെഗ്നീഷ്യം ക്ലോറൈഡ് എന്നീ ലോഹ സംയുക്തങ്ങൾ സമുദ്രജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട്. നെക്സ്റ്റ്, ചുരുക്കം ചില ലോഹങ്ങൾ സ്വതന്ത്രാവസ്ഥയിലും ഉണ്ട്. സ്വതന്ത്രാവസ്ഥയിൽ കാണുന്ന ചില ലോഹങ്ങൾ ഏതാ? സ്വതന്ത്രാവസ്ഥയിൽ കാണുന്ന ലോഹങ്ങളാണ് ക്രിയാശീലത വളരെ കുറഞ്ഞ സ്വർണം, പ്ലാറ്റിനം എന്നിവ സ്വതന്ത്രാവസ്ഥയിൽ കാണാൻ കിട്ടുന്ന ലോഹങ്ങളാണ്. അടുത്തതായിട്ട്, ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിച്ചെടുക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയയും ചേർന്ന് അറിയപ്പെടുന്നത് ലോഹ നിഷ്കർഷണം എന്നാണ്. അപ്പൊ അയിരിൽ നിന്നാണ് നമ്മൾ ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുന്നത്. ആ ഒരു പ്രക്രിയ മുഴുവനായിട്ട് പറയുന്ന പേരാണ് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലേർജി എന്നും പറയും. ലോഹ നിഷ്കർഷണം, മെറ്റലേർജി, ഇതാണ് അയിരിൽ നിന്നും ലോഹം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയനെ പറയുന്ന പേര്. അപ്പൊ ഈ ഒരു ലോഹ നിഷ്കർഷണത്തിന് 3 ഘട്ടങ്ങളുണ്ട്. ഏതൊക്കെയാണ് 3 ഘട്ടങ്ങൾ? ഒന്നാമത്തെ ഘട്ടം അയിരുകളുടെ സാന്ദ്രണമാണ്. അയിരുകളുടെ സാന്ദ്രണം ഒന്നാമത്തെ ഘട്ടം. ഈ അയിരുകളുടെ സാന്ദ്രണം ചെയ്ത ശേഷം അടുത്തതായിട്ട് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കലാണ് രണ്ടാമത്തെ ഘട്ടം. സാന്ദ്രണം നടത്തിയതിനു ശേഷം സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിച്ചെടുക്കും. ഇനി മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ലോഹ ശുദ്ധീകരണമാണ്. ലോഹ ശുദ്ധീകരണം മൂന്നാമത്തെ ഘട്ടമായിട്ട് വരും. അപ്പൊ ഈ ഒരു 3 പ്രോസസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ലോഹ നിഷ്കർഷണത്തിന് 3 ഘട്ടങ്ങളാണുള്ളത്. ഈ 3 ഘട്ടങ്ങളും പഠിച്ചു വെക്കുക. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത് അയിരുകളുടെ സാന്ദ്രണമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അയിരുകളുടെ സാന്ദ്രണം. അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിച്ചു പോവാം. അപ്പൊ അയിരുകളുടെ സാന്ദ്രണം, കോൺസെൻട്രേഷൻ ഓഫ് ഫോഴ്സ്. അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്നത് എന്താണ്? അയിരുകളെ ഭൂവൽക്കത്തിൽ നിന്നാണ് ഖനനം ചെയ്തെടുക്കുന്നത്. ഇതിൽ മണ്ണ്, മണൽ പോലുള്ള ധാരാളം ഭൗമ മാലിന്യങ്ങൾ കലർന്നിട്ടുണ്ടാവും. ഈ അയിരുകളുടെ കൂടെ എന്തൊക്കെ ഉണ്ടാവും? മണ്ണും മണലും പോലുള്ള ധാരാളം വസ്തുക്കൾ ഇങ്ങനെ കലർന്നിട്ടുണ്ടാവും. ഗ്യാങ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇത്തരം അപദ്രവ്യങ്ങളെ നീക്കം ചെയ്ത്
അയിരിലെ ലോഹാംശം വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് അയിരുകളുടെ സാന്ദ്രണം. അപ്പൊ എന്താണ് അയിരുകളുടെ സാന്ദ്രണം എന്ന് മനസ്സിലായല്ലോ. ഗ്യാങ്ങിനെ നീക്കം ചെയ്യുക. ഗ്യാങ് എന്താണ്? ഈ അയിരുകളിൽ കാണുന്ന അപദ്രവ്യങ്ങളാണ് ഗ്യാങ് എന്ന് പറയുന്നത്. അയിരുകളിൽ കാണുന്ന അപദ്രവ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കുറെ വേസ്റ്റുകൾ ഉണ്ടാവും അയിരുകളിൽ. മണ്ണൊക്കെ പോലെയുള്ള കുറെ വസ്തുക്കൾ അയിരുകളിൽ ആവശ്യമില്ലാത്തത് പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള അപദ്രവ്യങ്ങളെയൊക്കെ നീക്കം ചെയ്യുന്ന അപദ്രവ്യങ്ങളാണ് ഗ്യാങ് എന്ന് വിളിക്കുന്നത്. ഈ അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത് പറയാ, അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്നത്. സാന്ദ്രണം. ഓക്കെ. അയിരിന്റെയും ഗ്യാങ്ങിന്റെയും സ്വഭാവം അനുസരിച്ച് ഇതിനായി വിവിധ മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട്. അപ്പൊ അയിരുകളുടെ സാന്ദ്രണത്തിന് ഓരോ അയിരിനും ഓരോ ലോഹങ്ങൾക്കനുസരിച്ചിട്ട് വ്യത്യസ്ത സാന്ദ്രണ രീതിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സാന്ദ്രണ രീതിയാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. ലെവിഗേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് ഇംഗ്ലീഷ്. അപ്പൊ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന് പറയുന്ന ഒന്നാമത്തെ സാന്ദ്രണ രീതിയാണ്. അപ്പൊ ഇത് അയിരിന് ഗ്യാങ്ങിനേക്കാൾ സാന്ദ്രത കൂടുതലാണെങ്കിൽ ഈ മാർഗം ഉപയോഗിക്കുന്നു. അപ്പൊ ഇത് എപ്പോ യൂസ് ചെയ്യുന്നതാണ്? അയിരിന് ഗ്യാങ്ങിനേക്കാൾ സാന്ദ്രത കൂടുതലായിരിക്കണം. അപ്പൊ അയിരിന് സാന്ദ്രത കൂടുതലും ഗ്യാങ്ങിന് സാന്ദ്രത കുറവാകുമ്പോഴാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. അപ്പൊ പൊടിച്ച അയിരിനെ ജലപ്രവാഹത്തിൽ കഴുകുന്നു. എന്താണ് ഇവിടെ പ്രോസസ് ആയിട്ട് വരുന്നത്? പൊടിച്ച അയിരിനെ ജലപ്രവാഹത്തിൽ കഴുകും. നെക്സ്റ്റ്, അതിനുശേഷം പൊങ്ങിക്കിടക്കുന്ന സാന്ദ്രത കുറഞ്ഞ ഗ്യാങ്ങിനെ അരിച്ചു മാറ്റുന്നു. അപ്പൊ അയിര് പൊടിച്ചെടുക്കുക. ഈ പൊടിച്ച അയിരിനെ കഴുകുന്ന സമയത്ത് സാന്ദ്രത കൂടിയ അയിര് താഴത്തേക്ക് പോവും, സാന്ദ്രത കുറഞ്ഞ ഗ്യാങ് മേലേക്കെടുക്കും. അപ്പൊ അയിരിന് സാന്ദ്രത കൂടുതലും സാന്ദ്രത കുറവ് ഗ്യാങ്ങിനും ആണെങ്കിലാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സാന്ദ്രത കൂടിയ അയിര് താഴേക്ക് പോവും, സാന്ദ്രത കുറഞ്ഞ ഗ്യാങ് മേലെ പൊങ്ങിക്കെടുക്കും. അപ്പൊ പൊടിച്ച അയിരിനെ ജലപ്രവാഹത്തിൽ കഴുകുന്നു. പൊങ്ങിക്കിടക്കുന്ന സാന്ദ്രത കുറഞ്ഞ ഗ്യാങ്ങിനെ അരിച്ചു മാറ്റുന്നു. സാന്ദ്രത കൂടിയ അയിര് അടിയിൽ അവശേഷിക്കുന്നു. പൊതുവായി ഓക്സൈഡ് അയിരുകളെ ഈ രീതിയിൽ സാന്ദ്രണം ചെയ്തെടുക്കാം. അപ്പോൾ ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണ രീതി ഏത് എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ഏതാണ് വരിക? ജലപ്രവാഹത്തിൽ കഴുകി എടുക്കലാണ്. ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണ രീതി ഏതെന്ന് ചോദിച്ചാൽ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് ഈ ഒരു മെത്തേഡ്. ജലപ്രവാഹത്തിൽ കഴുകുമ്പോൾ സാന്ദ്രത കൂടിയ അയിര്, സാന്ദ്രീകരിച്ച അയിര് താഴേക്ക് വരും, സാന്ദ്രത കുറഞ്ഞ ഗ്യാങ് നമ്മൾ ഇതുവഴി പുറത്തേക്ക് പോകും. ഓക്കെ, ഇതാണ് ആ ഒരു ഇമേജ്. ഇനി അടുത്തൊരു സാന്ദ്രണ രീതിയാണ്, നെക്സ്റ്റ് സാന്ദ്രണ രീതിയാണ് പ്ലവന പ്രക്രിയ എന്നത്. പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്നും പറയും. അപ്പോൾ അയിര് സാന്ദ്രത കുറഞ്ഞതും ഗ്യാങ് സാന്ദ്രത കൂടിയതുമാകുമ്പോഴാണ് പ്ലവന പ്രക്രിയ ഉപയോഗിക്കുന്നത്. അപ്പൊ ഓർത്തു വെക്കുക, നേരത്തെ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. നേരത്തെ അയിരിന് സാന്ദ്രത കൂടുതലായിരുന്നു, ഇവിടെ അയിരിന് സാന്ദ്രത കുറവും ഗ്യാങ്ങിന് സാന്ദ്രത കൂടുതലുമാണ്. അപ്പൊ നോക്കാം, പൊടിച്ച അയിരിനെ ജലവും പൈൻ ഓയിലും കൂടി കലർത്തുന്ന മിശ്രിതവുമായി കലർത്തി ശക്തമായ വായുപ്രവാഹത്തിൽ ഇളക്കുന്നു. എന്തൊക്കെയാണ്? ജലം, പൈൻ ഓയിൽ, ഇത് രണ്ടും കൂടിയ മിശ്രിതമായിട്ട് കലർത്തിയിട്ട് പൊടിച്ച അയിരിനെ കലർത്തി നല്ലോണം ഇളക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന പതയോടൊപ്പം അയിരിന്റെ കണങ്ങൾ പറ്റിപ്പിടിക്കുകയും അവിടെ ഉണ്ടാകുന്ന പതയിൽ അയിരിന്റെ കണങ്ങൾ പറ്റിപ്പിടിക്കും, പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. അപ്പൊ അയിരെന്ത് ചെയ്യും? അയിരിനിവിടെ സാന്ദ്രത കുറവാണ്. അപ്പൊ ഇവിടെ ജലത്തോടും പൈൻ ഓയിലോടും കൂടി കലർത്തി ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് അയിരിന്റെ സാന്ദ്രത കുറഞ്ഞ അയിരെന്ത് ചെയ്യും? മേലെ ആ പതയോടൊപ്പം പറ്റിപ്പിടിക്കും. ഇതിനെ നീക്കം ചെയ്തതിനു ശേഷം അയിരിനെ വേർതിരിച്ച് ഉണക്കിയെടുക്കുന്നു. പ്രധാനമായും സൾഫൈഡ് അയിരുകളെയാണ് ഈ മാർഗം വഴി സാന്ദ്രണം ചെയ്യുന്നത്. അപ്പൊ സൾഫൈഡ് അയിരുകളെ സാന്ദ്രണം ചെയ്യുന്ന രീതി ഏതാണ്? പ്ലവന പ്രക്രിയയാണ് അല്ലെ. സൾഫൈഡ് അയിരുകളെ സാന്ദ്രണം ചെയ്യുന്ന രീതി പ്ലവന പ്രക്രിയയാണ്. ആ ഒരു ഇമേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു അയിരും പൈൻ ഓയിലും ജലവും ചേർന്ന മിശ്രിതമാണ് ഈ എടുത്തിരിക്കുന്നത്. ഇത് തമ്മിൽ നല്ലോണം സ്റ്റിറർ യൂസ് ചെയ്തിട്ട് സ്റ്റിർ ചെയ്യുന്ന സമയത്ത് മേലെ സാന്ദ്രത കുറഞ്ഞ അയിരെന്ത് ചെയ്യും? പതയോടൊപ്പം പറ്റിപ്പിടിക്കും, അതിനെ നമ്മൾ എടുത്തു കളയും, ബാക്കി ഗ്യാങ് താഴത്തേക്ക് വരും. ഓക്കെ, നെക്സ്റ്റ് കാന്തിക വേർതിരിക്കലാണ് മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. സാന്ദ്രണത്തിലുള്ള മറ്റൊരു മെത്തേഡാണ് കാന്തിക വേർതിരിക്കൽ. അപ്പൊ കാന്തിക വേർതിരിക്കൽ എന്ന് പറയുമ്പോൾ ഒരു കാന്തിക റോളിലൂടെ പൊടിച്ച അയിരിനെ കടത്തിവിടുമ്പോൾ കാന്തിക സ്വഭാവമുള്ള അയിരോ ഗ്യാങ്ങോ വേർതിരിക്കപ്പെടുന്നു. ഇത്തരത്തിൽ ശുദ്ധമായ അയിര് ലഭ്യമാക്കുന്ന പ്രക്രിയയാണ് കാന്തിക വേർതിരിക്കൽ. അപ്പൊ ഇതാണ് അതിന്റെ ഇമേജ് എന്ന് പറയുന്നത്. അപ്പൊ പൊടിച്ച അയിരിനെ കാന്തിക റോളിലൂടെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അയിര് ഇങ്ങനെ കടത്തിവിടുന്ന സമയത്ത് ഈ റോളിലൂടെ കറങ്ങുന്ന സമയത്ത് കാന്തിക സ്വഭാവം ഇല്ലാത്ത ഘടകം എന്ത് ചെയ്യും? പുറത്തേക്ക് തെറിച്ചു പോകും. കാന്തമാണിത്. അപ്പൊ കാന്തിക സ്വഭാവം ഉള്ളത് എന്ത് ചെയ്യും? കാന്തത്തോട് അട്രാക്ട് ചെയ്തിട്ട് ഈ ഭാഗത്തേക്ക് വരും. കാന്തിക സ്വഭാവം ഇല്ലാത്തത് ഈ ഭാഗത്തേക്കും പോകും. അപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മാഗ്നറ്റൈറ്റ് അയിരിന് കാന്തിക സ്വഭാവമുണ്ട്, ഗ്യാങ്ങിന് കാന്തിക സ്വഭാവം ഇല്ല.
ഇപ്പൊ മാഗ്നറ്റൈറ്റ് എന്തിന്റെ അയിരാണ്? ഇരുമ്പിന്റെ അയിരാണ് അല്ലെ. അപ്പൊ മാഗ്നറ്റൈറ്റ് കാന്തിക സ്വഭാവം ഉള്ളത് കൊണ്ട് അയിര് നമുക്ക് ഇവിടെ കിട്ടും, ഗ്യാങ് ഇവിടെ കിട്ടും. ഓക്കെ, അടുത്തതായിട്ട് ടിൻസ്റ്റോൺ അയിരിന് കാന്തികമല്ല. ടിൻസ്റ്റോൺ അയിര് കാന്തികമല്ല. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഗ്യാങ് ആയ അയൺ ടങ്സ്റ്റേറ്റ് കാന്തിക സ്വഭാവമുണ്ട്. അപ്പൊ ടിൻസ്റ്റോൺ അയിരും ഇതുവഴി നമുക്ക് എന്ത് ചെയ്തെടുക്കാം? സാന്ദ്രണം ചെയ്തെടുക്കാം. അപ്പൊ ഇത്രയാണ് സാന്ദ്രണ രീതി. 3 സാന്ദ്രണ രീതികൾ പറഞ്ഞു. ഇനി അടുത്തൊരു സാന്ദ്രണ രീതിയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ലീച്ചിങ്ങിൽ പൊടിച്ച അയിര് അനുയോജ്യമായ ഒരു ലായകവുമായി ചേർക്കുന്നു. അപ്പൊ ലായകവുമായി ചേർത്ത് സാന്ദ്രണം നടത്തുന്ന രീതിയാണ് ഇത് ലീച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ലായകവുമായി ചേർത്ത് അയിര് അതിൽ ലയിക്കുകയോ രാസപ്രവർത്തനത്തിന് വിധേയമാവുകയോ ചെയ്ത് ലായനിയായി മാറുന്നു. എന്നാൽ ഗ്യാങ് ഇതിൽ ലയിക്കുന്നില്ല. അയിര് ലയിക്കും, ലായനിയായിട്ട് ചേർക്കുമ്പോൾ അയിര് അതിൽ ലയിക്കും, ഗ്യാങ് ലയിക്കില്ല. ഇതിനെ പിന്നീട് അരിച്ചു മാറ്റുന്നു. ഈ പ്രക്രിയയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് ഈ രീതിയിലാണ് സാന്ദ്രണം ചെയ്യുന്നത്. അപ്പൊ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി ഏതാണ്? ലീച്ചിങ് ആണ്. ഇവിടെ ഒരു ലായനിയിൽ കലർത്താണ് ചെയ്യുന്നത്. അപ്പോൾ അയിരിന് എന്താണ്? ഗ്യാങ് ഇതിൽ ലയിക്കുന്നില്ല, ആ ലായനിയിൽ ഗ്യാങ് ലയിക്കില്ല, അയിര് മാത്രം ലയിച്ചു ചേരും. പ്രകൃതിയിൽ ഏറെക്കുറെ സ്വതന്ത്രാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹങ്ങളാണ് സ്വർണം, വെള്ളി തുടങ്ങിയവ. ഈ ലോഹങ്ങളുടെ അയിരുകളെ സോഡിയം സയനൈഡിന്റെയോ പൊട്ടാസ്യം സയനൈഡിന്റെയോ നേർപ്പിച്ച ലായനിയുമായി വായുവിന്റെ സാന്നിധ്യത്തിൽ ലീച്ചിങ് നടത്തിയാണ് ലോഹത്തെ വേർതിരിച്ചെടുക്കുന്നത്. അപ്പൊ സ്വർണവും വെള്ളിയും സ്വതന്ത്രാവസ്ഥയിൽ കാണുന്നതായതുകൊണ്ട് നമുക്ക് അതിന്റെ മേലെ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു സോയിൽ പാർട്ടൊക്കെ കളയ മാത്രമാണ് വേണ്ടത് അല്ലെ. അപ്പൊ അത് ലീച്ചിങ് വഴിയാണ് നമ്മൾ അതിനെ ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ സ്വർണത്തിനെയും വെള്ളിനെയും എന്തിലേക്ക് കലർത്തും? ഇതിന്റെ അയിരുകളെ സോഡിയം സയനൈഡിന്റെ അല്ലെങ്കിൽ പൊട്ടാസ്യം സയനൈഡിന്റെ നേർപ്പിച്ച ലായനിയുമായിട്ട് കലർത്തും. അങ്ങനെ ലീച്ചിങ് നടത്തിയിട്ടാണ് സ്വർണവും വെള്ളിയും ക്ലീൻ ചെയ്തെടുക്കുന്നത്, സ്വർണവും വെള്ളിയും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏത്? ഓപ്ഷൻ എ കാന്തിക വിഭജനം, ബി ലീച്ചിങ്, സി പ്ലവന പ്രക്രിയ, ഡി ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. ഏതാണ്? അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലാണ് അല്ലെ. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ ഒരു സാന്ദ്രണ രീതികളൊക്കെ ഒന്നുകൂടെ ഒറ്റ സ്ലോട്ടിൽ പറഞ്ഞു പോവാം. അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ ഉപയോഗിക്കുന്ന സാന്ദ്രണ രീതി പ്ലവന പ്രക്രിയയാണ്. പ്ലവന പ്രക്രിയ. സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണം ചെയ്യുന്ന രീതിയും പ്ലവന പ്രക്രിയയാണ്. അയിരിനെയോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? അത് കാന്തിക വിഭജനമാണ്. ഇരുമ്പിന്റെയും ടിന്നിന്റെയും അയിരുകളുടെ സാന്ദ്രണം ചെയ്യുന്ന മാർഗം കാന്തിക വിഭജനമാണ്. ഇനി അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി എന്താണ്? ലീച്ചിങ് ആണ്. ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി. അയിരിനെ ലയിപ്പിക്കുന്ന ലായകം ഉപയോഗിക്കുന്നത് ഏതിലാണ്? ലീച്ചിങ്ങിലാണ് അല്ലെ. അയിരിനെ ലയിപ്പിക്കുന്ന ലായകം ഉപയോഗിച്ച് സാന്ദ്രണം ചെയ്യുന്ന രീതി ലീച്ചിങ് ആണ്. ഇനി അടുത്തതായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതും 2024 LDC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഓപ്ഷൻ എ അലൂമിനിയം, ബി ചെമ്പ്, സി ഇരുമ്പ്, ഡി സിങ്ക്. ഏതാണ് കലാമിൻ? കലാമിൻ ഓപ്ഷൻ ഡി സിങ്കിന്റെ അയിരാണ് കലാമിൻ എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കലാമിൻ എന്നത് സിങ്കിന്റെ അയിരാണ്. അപ്പോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നും ഏതൊരു ഭാഗത്തു നിന്നും വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന പാർട്ടാണ് ഇതുവരെ നമ്മൾ പറഞ്ഞു പോയത്. അയിരുകളുടെ സാന്ദ്രണ രീതിയാണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ ലോഹ നിഷ്കർഷണത്തിലെ ഒന്നാമത്തെ ഘട്ടമാണ് അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ലോഹങ്ങൾ എന്ന ടോപ്പിക്കിലെ ലോഹ നിഷ്കർഷണത്തിലെ അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എന്താണ് അയിരുകൾ, എന്താണ് ധാതുക്കൾ എന്നൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോ നമുക്കറിയാം ഇപ്പൊ ഇനി നമ്മൾക്ക് മുന്നിൽ ധാരാളം 2026 ധാരാളം എക്സാംസ് വരാൻ പോകുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള 2 എക്സാംസ് ആണ് CPO വുമൺ, CPO എന്നീ എക്സാംസ്. അപ്പൊ ഈ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ CCയിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബാച്ചിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റി, സ്പെഷ്യൽ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സസ്, വീക്ക്ലി എക്സാംസ്, അതേപോലെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ്, സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം, PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും, ടൈം ടേബിൾ ബേസ്ഡ് റിവിഷൻസ് നടത്തും, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള പല ഗുണങ്ങളും നിങ്ങൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള മെന്റർഷിപ്പോടുകൂടി ഡെയിലി ലൈവ് ക്ലാസ്സസോടുകൂടി നല്ലൊരു ക്ലാസ് തന്നെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ PSC എക്സാംസ് അറിയാം, നമുക്കിപ്പോൾ വളരെ കോമ്പറ്റീഷൻസ് കൂടുതലാണ്. അപ്പൊ കൃത്യമായ സ്ട്രാറ്റജീസിലൂടെ പഠിച്ചാൽ മാത്രമേ നല്ല റാങ്കോട് കൂടി പാസ്സാവാൻ പറ്റൂ. അപ്പോൾ ഉയർന്ന റാങ്ക് തന്നെ ലക്ഷ്യം വെച്ച്
നല്ല കൃത്യമായ സ്ട്രാറ്റജീസ് വെച്ച് നിങ്ങളുടേതായ രീതിയിൽ പഠിച്ചു തുടങ്ങാം. അപ്പൊ ആരെങ്കിലും ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.